നമ്മുടെ ട്രംപ് ഭരണകൂടം വീണ്ടും ചർച്ചയിലേക്ക് ഇറാനുമായിട്ടുള്ള ഒരു വെടിനിർത്തൽ, ഒരു സമ്പൂർണ്ണമായ വെടിനിർത്തലിലേക്കും പുതിയ ചർച്ചയിലേക്കും വരുന്നു എന്നുള്ള ചില സൂചനകളാണ് ന്യൂയോർക്ക് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞ പോലെ ഇറാൻ എന്ന രാജ്യം അത് ഏറ്റവും ലൊക്കേറ്റ് ചെയ്യുന്നത് ഏറ്റവും സ്ട്രാറ്റജിക്കലായിട്ടുള്ള ലൊക്കേഷനിലാണ്. ആ മിഡിൽ ഈസ്റ്റിൻ്റെ സെൻട്രൽ പോയിന്റാണ്. ആ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയിലാണ് അവരുടെ രാജ്യം തന്നെ നിലനിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു ലൊക്കേഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിവിഡൻറ്റും പ്രിവിലേജും എല്ലായ്പ്പോഴും ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക തോൽക്കാൻ പോകുന്ന ഒരു യുദ്ധമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ചർച്ച കഴിഞ്ഞ തവണ പാകിസ്ഥാനിൽ വെച്ചുകൊണ്ട് ഇറാൻ്റെയും അമേരിക്കയുടെയും നേതാക്കന്മാർ നടത്തി ചർച്ച ചില വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് ഇരു കൂട്ടരും സമ്മതിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നിന്ന് അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയത്. വീണ്ടും അപ്പോൾ അതിനെ തുടർന്ന് ഒരു നാവൽ ബ്ലോക്കേഡ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അമേരിക്ക മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ നാവൽ ബ്ലോക്കേഡ് നടത്തിയത് കൊണ്ട് അത് സമ്പൂർണ്ണമായിട്ട് ഉപരോധം വരുത്താനോ അത് പ്രാവർത്തികമാക്കാനോ ആർക്കും കഴിയുന്നില്ല, അമേരിക്കക്ക് കഴിയുന്നില്ല. കാരണം ചൈന എന്ന് പറയുന്നത് ഇറാൻ്റെ ഏറ്റവും വലിയ അടുത്ത സഖ്യകക്ഷിയാണ്. മാത്രമല്ല ചൈനയുടെ 90% ക്രൂഡ് ഓയിലും ഇമ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്യാനോ അത് നിർത്തലാക്കാനോ ഏതായാലും ചൈന തയ്യാറാവില്ല. മാത്രമല്ല ചൈനയോട് നേരിട്ട് ഒരു നേവൽ കോൺഫ്രണ്ടേഷനോ അല്ലെങ്കിൽ ഒരു സൈനികപരമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് സ്വാഭാവികമായിട്ടും അമേരിക്ക താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ചൈന നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, ഞങ്ങൾ വേണ്ട എണ്ണ ക്രൂഡ് ഓയിൽ ഇറാനിൽ നിന്ന് തന്നെ ഇറക്കുമതി ചെയ്യുമെന്ന് കാണിച്ചു കൊടുക്കുക കൂടി ചെയ്തതോടുകൂടിയാണ് ഈ ഒരു നാവൽ ബ്ലോക്കേഡിൽ കാര്യമായ പ്രസക്തിയില്ല എന്ന് നമ്മുടെ US സൈന്യം അല്ലെങ്കിൽ US പ്രസിഡന്റ് മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് വീണ്ടും ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 28 ആരംഭിച്ച ഈ യുദ്ധത്തിൽ ഒരുപാട് നേട്ടങ്ങൾ സത്യത്തിൽ ഇറാന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അത് ചിലത് സ്ട്രാറ്റജിക്കലാണ്, ചിലത് മിലിറ്ററി പവറാണ്, ചിലത് ടെറിറ്റോറിയൽ ഗെയിനാണ്. അങ്ങനെ വൈവിധ്യ തലത്തിലുള്ള നേട്ടം സത്യത്തിൽ ഇറാന് ഈ ഒരു യുദ്ധം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഫിനാൻഷ്യൽ ലോസ്, അതുപോലെ ഒരുപാട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ നഷ്ടം, ഇതൊക്കെ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു തരത്തിൽ അവർക്ക് രാജ്യത്തെ കെട്ടിപ്പടുക്കാനുള്ള രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു അവസരമാണ് സത്യത്തിൽ ഈ യുദ്ധം അമേരിക്ക തുറന്നിട്ട് കൊടുത്തു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് കൺട്രോൾ ആക്കുക എന്നതാണ്. അതിലൂടെ കപ്പലുകൾ ദൈനംദിനം 3000-ഓളം കപ്പലുകൾ ഓരോ വർഷം 3000-ഓളം കപ്പലുകൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ കപ്പലുകളിൽ നിന്നൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ടും 1 ലക്ഷം മുതൽ 5 lakh വരെയുള്ള ഡോളറുകൾ ഓരോ കപ്പലുകളും ഇറാന് സെസ്സായിട്ട് കൊടുക്കേണ്ടി വരും. അത് തന്നെ അവരുടെ കാലങ്ങളായിട്ട് അവർ നേരിട്ടിട്ടുള്ള ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, അമേരിക്ക മുന്നോട്ട് വെച്ച യുറാനിയം എൻറിച്ച്മെൻറ്റ് 400 കിലോഗ്രാം വരുന്ന എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം അമേരിക്കക്ക് മുന്നിൽ വെക്കണം, അല്ലെങ്കിൽ അത് കൈമാറണം എന്നതാണ്. അത് സ്വാഭാവികമായിട്ടും ഇറാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ഞങ്ങളുടെ പരമാധികാരത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്നാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ മറ്റൊന്ന്, അവരുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ബാലിസ്റ്റിക് മിസൈലിൻ്റെ ദൂരപരിധി കുറക്കണം എന്നതാണ്. അതും ഇറാൻ സ്വാഭാവികമായിട്ട് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ഇറാൻ മുന്നോട്ട് വെക്കുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെ അളവ് ശരിക്കും 2000 കിലോമീറ്റർ നിന്ന് മാറി 4000 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് വരെ ലക്ഷ്യസ്ഥാനത്തേക്ക് വരെ തൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മിസൈൽ കപ്പാസിറ്റി തങ്ങൾക്കുണ്ട് എന്ന് ഈ യുദ്ധത്തിലൂടെ അവർ തെളിയിച്ചു കൊടുത്തു. കാരണം ഡിയോഗ ഗാർഷ്യ എന്ന് പറയുന്നത് ഏകദേശം 4000 കിലോമീറ്റർ അകലെയുള്ള ഒരു അമേരിക്കൻ ബേസാണ്. അവിടേക്ക് വരെ അമേരിക്കയും UK കൺട്രോൾ ചെയ്യുന്ന ബേസാണ്. അവിടേക്ക് വരെ സ്വാഭാവികമായിട്ടും ഇറാൻ മിസൈൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇറാൻ്റെ ആ ഒരു അധികാര പരിധിയിലേക്ക്, മിസൈൽ കൺട്രോളിലേക്ക് വരുന്നു എന്നത് അവരുടെ ഒരു മിലിറ്ററി കപ്പാസിറ്റിയെയാണ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഇന്ന് ലോകത്തുള്ള വൻ ശക്തികളുടെ കൂട്ടത്തിലേക്ക് ഇറാൻ കൂടി മുന്നോട്ട് വരികയാണ്. ഒരു ഭാഗത്ത് അമേരിക്കയുണ്ട്, മറ്റു ഭാഗത്ത് റഷ്യയുണ്ട്, അതോടൊപ്പം ചൈനയുണ്ട്. അതിന് കൂടെ ഇറാനും ഒരു വലിയ രാജ്യത്തെ ചെറുത്ത് നിന്ന് രാജ്യത്തിൻ്റെ ഉപരോധവും സൈനിക ആക്രമണങ്ങളും ചെറുത്ത് നിന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഒരു മിലിറ്ററി കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ സൈനികമായിട്ട് ലോകത്തുള്ള ഒരു വൻ ശക്തിയായിട്ട് തന്നെ ഉയർന്നു വരാനുള്ള ഒരു സാധ്യത കൂടി ഇറാൻ്റെ മുന്നിൽ വെക്കുന്നുണ്ട്. മാത്രമല്ല അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഇറാനോടുള്ള ഒരു സിമ്പതി ലോകരാജ്യങ്ങൾക്ക് കൂടിയിട്ടുണ്ട് എന്ന് കൂടി ഒരു ഡിപ്ലോമാറ്റിക്കലി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതും ഇറാനെ സംബന്ധിച്ച് വലിയ ഗെയിനാണ്. കാരണം കാലങ്ങളായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങളൊക്കെ ഇറാനെ
ഇറാനെതിരെ ഉപരോധം നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇറാനിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യരുതെന്ന് അമേരിക്ക തിട്ടൂരം ഇറക്കി കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അത് അനുസരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ആ ആ സിറ്റുവേഷൻ കാര്യമായിട്ട് ഈ യുദ്ധത്തിൽ മാറ്റം വരുത്തി. മാത്രമല്ല സ്റ്റേറ്റ് ഓഫ് ഹോർമസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയത്തിൽ പ്രധാനമായിട്ടും റഷ്യയും ചൈനയും കൂടെ വീറ്റോ ചെയ്യാൻ മുന്നോട്ട് വന്നത് ഫ്രാൻസ് ആയിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട യൂറോപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള ഇറ്റലി ഡയറക്റ്റായിട്ട് അമേരിക്കയോടുകൂടെ ഈ യുദ്ധത്തിൽ ഞങ്ങളില്ല എന്നും അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ട് കൂടി നാറ്റോയിൽ പെട്ട സഖ്യകക്ഷിയായിട്ട് കൂടി അമേരിക്കയുടെ എയർബേസ് അനുവദിക്കാൻ കഴിയില്ല എന്ന് സ്പെയിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചുരുക്കത്തിൽ ഈ ഒരു നാറ്റോ എന്നൊരു അലയൻസും അമേരിക്കൻ്റെ യൂണിപോളാർ വേൾഡ് ഓർഡറിനേക്കും കാര്യമായിട്ടുള്ള പരിക്ക് ഈ യുദ്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിവേ ഈ യുദ്ധം എങ്ങനെയാണ് അവസാനിക്കുക എന്ന് പറയാൻ കഴിയില്ല. എനിവേ ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ മുന്നോട്ട് നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു യുദ്ധത്തോടു കൂടി ഇറാൻ ഡിപ്ലോമാറ്റിക് ഫോറങ്ങളിൽ വലിയ ഒരു ചുവടുവെപ്പ് തന്നെയാണ് വെച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്വാഭാവികമായിട്ട് അമേരിക്ക ഇനിയും ചർച്ച നടത്തട്ടെ. ആ ചർച്ചയിലൂടെ ഒരു നല്ല സമാധാനാന്തരീക്ഷത്തിലേക്ക് ഈ ലോകം മാറട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. മാത്രമല്ല ഇറാൻ സമാധാന ഉടമ്പടിയിൽ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചിരുന്ന ഒരു നിർദ്ദേശം ലെബനാൻ കൂടി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പങ്കാളികളാണ്. അതുകൊണ്ട് ലെബനാനിൽ കൂടി വെടിനിർത്തൽ നടത്തണമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതിൽ നിന്ന് ഈ ഒരു സ്ഥായി ആയിട്ടുള്ള സീസ് ഫയർ അഗ്രിമെൻറ്റിലേക്ക് ഒപ്പുവെക്കൂ എന്നാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ അത് അംഗീകരിക്കാൻ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ തയ്യാറായിരുന്നില്ല. മാത്രമല്ല ആ ഒരു സമയത്ത് വ്യാപകമായിട്ടുള്ള അതിക്രമണം ബൈറൂത്ത് അടക്കമുള്ള ലെബനാൻ്റെ തലസ്ഥാനങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും വേണമെങ്കിൽ പരിഗണിക്കാം എന്നുള്ള രൂപത്തിലേക്കാണ് അമേരിക്ക മാറുന്നത്. മാത്രമല്ല ഇപ്പോൾ അവിടെ വ്യോമാക്രമണത്തിലൊക്കെ കാര്യമായ കുറവുകൾ വന്നിട്ടുണ്ട് എന്നാണ് ലെബനാനെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിൻ്റെയും ആ ഒരു യൂണിപോളാർ വേൾഡിൽ നിന്ന് മാറി ഒരു മൾട്ടി പോളാർ വേൾഡിൽ ഞങ്ങൾക്കും കാര്യമായ സേ ഉണ്ട് എന്ന് തന്നെയാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. എനിവേ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം മാറി ലോകത്ത് സമാധാന അന്തരീക്ഷത്തിലേക്ക് വരട്ടെ.